വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നയാഗ്രയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നയാഗ്ര ഫാൾസ്. അതെ, ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത്. പിന്നെ എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, നാളെയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതും കൂടെ സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഹാപ്പി ബർത്ത്ഡേ സന. താങ്ക് യു. അപ്പോൾ ഇവിടുന്ന് ഒരു 6 hours ഉണ്ട് ഡ്രൈവ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 hours ഓൾറെഡി കഴിഞ്ഞ് 5 hours ആണ്. അപ്പൊ നമ്മള് നിർത്തി പോകുമ്പോ ഏകദേശം 6 ആവും. നമുക്കിനി 2.5 മണിക്കൂറും കൂടെ ഉണ്ട്. സോ അത് കഴിഞ്ഞാൽ നമ്മളെത്തും. ആക്ച്വലി സ്റ്റേ ബുക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തു നിന്നും ഒരു 1/2 hour ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് സ്റ്റേയിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ഫാൾസിലോട്ട് പോകാനാണ് പ്ലാൻ. സോ അപ്പൊ ആദ്യം ഞങ്ങൾ പോയി ചെക്ക് ഇൻ ചെയ്ത് പിന്നെ അവിടെ നിന്നാണ് ഡ്രസ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പൊ ഞങ്ങൾ 2 സ്ഥലം കാണാനുള്ള പ്ലാനാണ്. അപ്പൊ ഇന്നൊരു സ്ഥലത്തേക്ക് പോകും, നാളെ രാവിലെ വേറെ സ്ഥലത്തേക്ക്. അങ്ങനെയാണ് പ്ലാൻ. സ്ഥലം ഒന്ന് തന്നെ 2 ആക്ടിവിറ്റി കാണാൻ പോകും. ഒരു സ്ഥലത്ത് നയാഗ്ര ഫാൾസിൽ തന്നെ 2 ആക്ടിവിറ്റീസ് ഉണ്ട്. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ആൻഡ് ക്വീൻ ഓഫ് വിൻസ് ആണെന്നാണ് തോന്നുന്നത്. ബട്ട് അത് രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് ഒരു ദിവസം ഒന്നും നാളെ വേറൊന്നും വേണമെന്നാണ് പ്ലാൻ. അതെ, അപ്പോ ഞങ്ങൾക്ക് ഇനി ഒരു 2 hours സംതിങ് ഉണ്ട് എത്താനായിട്ട്. അപ്പൊ അവിടെ എത്തിയിട്ട് റൂം ടൂർ ഒക്കെ കാണിക്കാം. പിന്നെ നയാഗ്രന്റെ അവിടെ എത്രത്തോളം എടുക്കാം, അവിടുന്ന് അധികം വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത്, കാരണം ഫാൾസിന്റെ സൗണ്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെ. അപ്പൊ അജി മുന്നേ പോയിട്ടുണ്ട്, അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അടിപൊളിയാണോ? ഞാൻ വന്നിട്ട് അത് എനിക്ക് വേൾഡിൽ തന്നെ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ വൺ ഓഫ് ദ ബ്യൂട്ടിഫുള്ളസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് ആണ് എനിക്ക് തോന്നുന്നത്. ഒരു ഹെവൻ കണക്കാണ് ഫീൽ ആവുന്നത് അത് ആ ഒരു ടൂറൊക്കെ എടുക്കുമ്പോൾ. സോ അതുകൊണ്ട് നോക്കാം. എന്തായാലും എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്കും ആ ഒരു ഫീൽ ആ വീഡിയോയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. സോ നേരിട്ട് അതിലും ബെസ്റ്റ് ആയിരിക്കും. പിന്നെ അവിടെ ഒരു മഴവില്ല എപ്പോഴും ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ അപ്പം ഫുള്ളി കാണാൻ പറ്റുമെന്ന് വിചാരിക്കും, നോക്കാം. അപ്പോൾ മാക്സിമം ആ സ്ഥലത്ത് നിന്ന് കവർ ചെയ്യും. മേ ബി വോയിസ് ഓവർ ആയിരിക്കും ആ ഏരിയ കൊടുക്കുന്നത്, കാരണം സൗണ്ട് കേൾക്കില്ല. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. രാവിലെ തന്നെ പെട്ടെന്ന് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡൊന്നും കഴിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല. സോ ഞങ്ങൾ പോകുന്ന വഴിക്ക് മെക്ഡിയിൽ കയറി. മെക്ഡീൻ്റെ അകത്തല്ല, ഡ്രൈവ് ത്രൂ ആണ്. സോ നമുക്ക് പുറത്തുനിന്ന് തന്നെ എന്താണ് വേണ്ടതെന്നുള്ളത് ആ സ്ക്രീനിൽ കണ്ട് ഓർഡർ ചെയ്യാം. സോ ഞാൻ വാങ്ങിച്ചത് ഒരു ബർഗറും പിന്നെ ഒരു കോഫിയുമാണ്. അവിടുത്തെ കോഫി നല്ല രസമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 1 hour ട്രാവലിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തി. അപ്പോൾ ഇനി ഇവിടുന്ന് ഫ്രഷനപ്പ് ആയിട്ട് വേണം നയാഗ്ര കാണാൻ വേണ്ടിയിട്ട് പോകാൻ. അപ്പോൾ ഇന്ന് മെയിനായിട്ട് അവിടുത്തെ കുറച്ച് ഏരിയാസ് കവർ ചെയ്യാനും പിന്നെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സോ കേക്കൊക്കെ വാങ്ങിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ ഡേ 2-ലായിരിക്കും കുറേ ആക്ടിവിറ്റീസ് വരുന്നത്. അത് ഞാനൊരു 2nd day വ്ളോഗായിട്ടാണ് പോസ്റ്റ് ചെയ്യാം. സോ അവർ നമ്മളോട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സെറ്റപ്പും കൂടെ തന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും പെയിൻറ്റ് ചെയ്താൽ അതിവിടെ ഹാങ് ചെയ്യുന്നു. അത് ഭയങ്കര തോട്ട്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഈ റൂമിൻ്റെ ആംബിയൻസ് അടിപൊളി കേട്ടോ, വേറെ തന്നെ ഒരു വൈബുണ്ട്. ഞാൻ ഈ റൂം സെലക്ട് ചെയ്യാനേ കാരണം എനിക്ക് ഈ ഒരു സ്ട്രക്ചറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. ഇവിടെ കൊള്ളാം കേട്ടോ. ഇവിടെ വന്നിട്ട് അവര് കാസിലിൽ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു സ്മോൾ അത് ഞാൻ കാണിച്ചിരുന്നു കാർഡ്ബോർഡ് കൊടുത്തിട്ട് അതിലവര് ഇതൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത ആൾക്കാർ വരച്ചിട്ടുള്ള ഡ്രോയിങ്സ് ആണ്. അപ്പം നമുക്കും വരയ്ക്കാൻ വേണ്ടി അവർ തന്നിട്ടുണ്ട്. അത് നമ്മൾ വരച്ചാൽ അവർ ഇതുപോലെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. ക്രിയേറ്റീവായിട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലൊക്കെ വരച്ച് വെക്കാം. അത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എക്സിറ്റിൽ കൂടെ മോളിൽ കൂടെ കയറിയിട്ട് അവർ ഈ ബ്രിഡ്ജിന്റെ മോളിൽ കൂടെ പോയി കാനഡയുടെ അതാണത്, ബ്രിഡ്ജ് ടു കാനഡ. ഈ നയാഗ്ര ഫാൾസിന് വെള്ളം അവിടെ കണ്ടൊരു കപ്പൽ പൊളിഞ്ഞെടുക്കുന്നത്. ലെഫ്റ്റിൽ നോക്കാം, കപ്പൽ പൊളിഞ്ഞെടുക്കുന്നു. നിങ്ങളിപ്പോൾ നയാഗ്ര ഫാൾസിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ ഇവിടെ നമുക്ക് പാർക്കിങ്ങിന് പേയ്മെൻ്റ് ആണ് ഇവിടെ. അപ്പോൾ എല്ലായിടത്തും പെയ്ഡ് പാർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റെസിപ്റ്റ് വാങ്ങിയിട്ട് കാറിൽ വെക്കണം. എന്നിട്ട് ഇവിടെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട്. അവിടെ ഫേമസ് നമ്മളെ സമൂസ അങ്ങനത്തെ ഐറ്റംസ് ഇന്ത്യൻ ഫുഡും ഒക്കെ കിട്ടും. അപ്പോൾ അവിടെ പോയി കഴിക്കാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ.
സോ അജി ഇപ്പോൾ വരുന്നുണ്ട്, ഞങ്ങളിപ്പോൾ പോകും. നമ്മളിപ്പോൾ വന്നിട്ട് ഇവിടെ എത്തി. ഫസ്റ്റ് ഇവിടെ മെയിനായിട്ട് 2 എണ്ണം കാണാനുണ്ട്, കേവ് ഓഫ് വിൻസ് ആൻഡ് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ്. അപ്പം ഇന്ന് നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി, ലൈക്ക് ഈവനിങ് ഇഷ് ആയതുകൊണ്ട് ഇന്ന് നമ്മൾ ജസ്റ്റ് ഗോണ സീ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ്. യുൽ സീ ഇറ്റ് സൂൺ. ബട്ട് എന്നിട്ട് നാളെ കേവ് ഓഫ് ദ വിൻസ് കാണാനാണ് പ്ലാൻ. ഇവിടെ ഒരു ഇന്ത്യൻ നേപ്പാളീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, പോയി ചായയും സമൂസയും കഴിച്ചിട്ട് മെയ്ഡ് ഓഫ് ദ മിസ്റ്റിലോട്ട് പോകാമെന്നും പറഞ്ഞാണ്. അതെ, ഇവിടെ ഇന്ത്യൻ സമൂസ ടീ ഒരു കോംബോ ഉണ്ട്, അപ്പോൾ ഞങ്ങൾ അതാണ് എടുക്കാൻ പോകുന്നത്. സോ അവിടെയാണ് കട. ഈ കോംബോ ആണ് ഞങ്ങൾ എടുക്കാൻ പോണ എവർഗ്രീൻ ഇന്ത്യൻ സ്ട്രീറ്റ് കോംബോ. ഇത് കണ്ട മറ്റേ മോളില് നമ്മളെ നേപ്പാളിലൊക്കെ പോകുമ്പോൾ ഉള്ള ഡിസൈൻ കണക്കാണ്. ബൈക്കിലൊക്കെ ആൾക്കാർ വയ്ക്കത്തില്ലേ, ഓക്കെ ഓക്കെ. എന്താ അങ്ങനെ ഒരു ഡിസൈൻ വെച്ചത്? അതാ എന്തോ ഇതാണ് അവിടുത്തെ, അവിടെ കോൺകർ ചെയ്താൽ അവിടുത്തെ ആൾക്കാർ ഇതിങ്ങനെ നേപ്പാളല്ലേ അങ്ങനെ എന്തെങ്കിലും സംഭവം. ഐ ഡോണ്ട് നോ ക്ലിയർലി. ഇപ്പം ആ തീമിലാണ് ഇരിക്കുന്നത്. ഓ, എനിക്ക് എന്തൊക്കെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു, കേക്കും എന്നോട് പറയാതെ വെച്ചിക്ക. ഇപ്പൊ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നെയാണ് സർപ്രൈസ്. അജിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഈ ട്രിപ്പ് ഫുള്ള് സ്പോൺസർ. അപ്പൊ ഞാൻ എന്ത് ഈ ട്രിപ്പിൽ പറഞ്ഞാലും പറഞ്ഞു കേട്ടാത്തോന്നും എല്ലാ ട്രിപ്പിലും നമ്മള് സ്പോൺസർ ചെയ്യുന്നതാണ്. എല്ലാ ട്രിപ്പും ഓൻ്റെ വകയാണ്, പക്ഷെ ഈ ട്രിപ്പ് പ്രത്യേകിച്ച് ഓൻ്റെ വകയാണ്. അപ്പൊ എനിക്ക് എന്ത് ഞാൻ പറഞ്ഞാലും വാങ്ങിത്തരാന്നാണ് അജി പറഞ്ഞത്. അപ്പൊ എനിക്ക് ഇനി ഇവിടുത്തെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ഞങ്ങൾ ടേബിൾ 14 ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആറ് ആൾക്കാർ ഇരിക്കുന്ന സീറ്റ് കയറി ഇരിക്കുന്നത് അല്ലേ? ആരും ഇല്ല ഇവിടെ അധികം. അവിടെ അധികം റഷ് ഇല്ല കേട്ടാ. ഇവിടെ വേറൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ പോവാം രാത്രി കഴിക്കാൻ. ഓക്കെ, ഞങ്ങള് ഇനി എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ട് വേറൊരു ഹോട്ടലുണ്ട്, അത് കാനഡ സൈഡിലാണ് ആ ഹോട്ടലുള്ളത്. അപ്പൊ അവിടെ ആണെങ്കിൽ എന്താ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഉറങ്ങി എണീക്കുമ്പോ ഒക്കെ ഈ നയാഗ്രന്റെ വ്യൂ കണ്ട് എണീക്കാം. അപ്പൊ എന്തെങ്കിലും പ്രാവശ്യം നമുക്ക് വരാൻ പറ്റുകയാണെങ്കിൽ വരണം അല്ലേ? ഞാൻ വരും. അപ്പൊ ഞാനും വരും. നമ്മളെ സമൂസ എത്തി, പക്ഷെ ഇത്രയും സമൂസ എനിക്ക് വേണ്ടായിരുന്നല്ലേ, ഒരു സമൂസ മതിയായിരുന്നു. അപ്പോൾ നല്ല സമൂസയും ചായയും കുടിച്ചിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതാണ്. സോ അപ്പോൾ ഗായ്സ് ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. സന ഇത് കണ്ടിട്ട് അവിടെ മെസ്മറൈസ് ആയിരിക്കുകയാണ്. ഫൈനലി നയാഗ്ര ഫാൾസ് ഒരു ഫുൾ സ്ട്രെച്ചാണ്, അപ്പുറത്തോട്ടൊക്കെ നടന്ന് അങ്ങോട്ടൊക്കെ പോവാം. സോ ഓൾ ദീസ് ഫാൾസ്, ഈ എല്ലാ ഫാൾസാണ് നയാഗ്ര ഫാൾസുമായിട്ട് ചെയ്യുന്നത്. ഹോർഷൂ ഫാൾസ്, ബ്രൈഡൽ വെയിൽ ഫാൾസ്, അമേരിക്കൻ ഫാൾസ് എല്ലാം കൂടെ ചേർന്നാണ് നയാഗ്ര ഫാൾസ് ആയിട്ട് ഇതാവുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ച് ഫോട്ടോ എടുത്തില്ലേ, അത് ഞാൻ പറഞ്ഞില്ലേ, ബ്രൈഡൽ വെയിൽ ആൻഡ് അമേരിക്കൻ ഫാൾസ് ആണ്. നമ്മളിപ്പോൾ ഈ ഹോർഷൂ ഫാൾസിലോട്ട് പോവുകയാണ്. ഇറ്റ്സ് ലൈക്ക് എ ഹോർഷൂ ബെൻഡ് പോലെ. സോ അവിടെ പോവാം. എന്നിട്ട് ടുമോറോ മോർണിംഗ് നമ്മൾ ഐറ്റിനറി പ്രകാരം മോർണിംഗ് വന്ന് ഫസ്റ്റ് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ആൻഡ് ദെൻ കേവ് ഓഫ് വിൻസ്, റാപ്പിംഗ് ഇറ്റ് അപ്പ് വിത്ത് ലഞ്ച് ആൻഡ് ദെൻ ഡൺ. ആ സൈഡാണ് കാനഡ, ഇത് ഈ സൈഡ് USA.
ആ പിങ്ക് കളർ കോട്ടാണ് കാനഡൻ്റെ ഡ്രസ്സ്. അപ്പം നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ച്, കഴിക്കാനല്ല ചുമ്മാ സോഡയോ കുക്കിയോ അങ്ങനെ എന്തെങ്കിലും. പെപ്സി. നമ്മളിപ്പോൾ ഇരിക്കുന്നത് നയാഗ്ര ഫാൾസിൻ്റെ അടുത്തുള്ള ഗോട്ട് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡിൻ്റെ അടുത്താണ്. സോ ബേസിക്കലി ദിസ് ഇസ് എൻ ഐലൻഡ്. ആൻഡ് രണ്ട് സൈഡും രണ്ട് ഫാൾസ് ആണ്. ഒന്ന് ബ്രൈഡൽ വെയിൽ ആൻഡ് സം അതർ ഫാൾസ്, ക്യാപ്ഷനിലിടാം. ബട്ട് അവിടെയാണ് നിൽക്കുന്നത്. ബ്യൂട്ടിഫുൾ. നമ്മൾ ഈ പാർക്കിൻ്റെ ഏറ്റവും മേലെ എത്തുമ്പോൾ ഇവിടെ ഒരു കഫേ ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് ആ കഫേ കാണാൻ. അതുകൊണ്ടാ ബോട്ടിലെ ആൾക്കാരെ കൊണ്ടുവന്ന് ആ പുകയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ താഴെ പോകുമ്പോൾ ഈ പുകയല്ല, ഇതാ വെള്ളത്തിന്റെ നോക്ക്, ഒരു ഇതിന്റെ മേലെ കയറിയിരിക്കുന്ന നിക്കോള ടെസ്ലയാണത്. എനിക്ക് അതുമാതിരി എടുത്തോ. അതൊരു റെസ്റ്റോറന്റ് ആണ് കാണുന്നത്. അതിന് ലിഫ്റ്റ് ആണ്, യെല്ലോ കളർ ഇങ്ങനെ മൂവ് ആവുന്നില്ലേ ഇത്. ഈ നയാഗ്ര സൈഡിൽ തന്നെ ഈ ഏരിയ ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പാർക്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വാൾമാർട്ടിലേക്കാണ് വന്നത്. കാരണം ഇന്ന് 12 മണിക്കാണ് കേക്ക് കട്ടിംഗ് ഒക്കെ. അപ്പോൾ അതിനുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇവിടെ കണ്ട എല്ലാ ക്യൂട്ട് സ്റ്റഫ്സും ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. ഇതൊരു ക്യാൻഡിലാണ് കേട്ടോ, നല്ല ഭംഗിയില്ല കാണാൻ. അതുപോലെ ഞാൻ കുറേ ഐറ്റംസ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ നയാഗ്രയിൽ പോയിട്ടാണ് ഈ കട്ട് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഈ ഒരു ക്ലോ മെഷീൻ കണ്ടത്. ഇത് എവിടെ കണ്ടാലും അജി ഇതിൽ കോയിൻ ഇട്ട് ഇതുപോലെ ട്രൈ ചെയ്യും. അപ്പോൾ ഇതിന് $1 ഇവിടെ കളിക്കാൻ കൊടുക്കേണ്ടത്. സോ അത് ചില്ലറാക്കിയിട്ട് എപ്പോഴും കയ്യിൽ കരുതും അവൻ. അങ്ങനെ കുറേ ജയിച്ചിട്ടുമുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ കയ്യിൽ ഒരുപാട് ടോയ്സ് ഉണ്ട്. 3 അറ്റംപ്റ്റ് ചെയ്ത് മൂന്നാമത്തത് കിട്ടുമെന്ന് കുറേ പ്രതീക്ഷിച്ചു, പക്ഷെ അത് ഡ്രോപ്പായിപ്പോയി. ഞങ്ങളിപ്പോൾ ഫ്യൂവൽ അടിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നയാഗ്രയിൽ പോയിട്ടാണ് കേക്ക് കട്ടിങ് ചെയ്യണത്. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം. അതിന് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ്. അപ്പം ഞങ്ങളിവിടെ വാൾമാർട്ടിൽ വന്നിട്ടാണ് കേക്ക് പിന്നെന്താ വാങ്ങിച്ചത്, പിന്നെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ്, ക്യാൻഡിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ സ്വന്തമായിട്ട് ബർത്ത്ഡേ ആഘോഷകരമാക്കുകയാണ് ഞാൻ. അജി അവിടെ ഓടി നടന്ന് ഓരോ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും എന്തെല്ലാമൊക്കെ വാങ്ങിയിരിക്കണത്. പ്രായത്തിനും വാങ്ങിയ സാധനത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഫോട്ടോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. യൂണിക്കോണൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ. ചെറിയ പിള്ളേരൊക്കെ കണ്ടെന്നെ തല്ലിക്കൊല്ലും. പോത്ത് പോലെ വലുതായി, കുറേ ഏജ് ഓവറായി ഞാൻ. അപ്പോൾ ഈ ഒരു പ്രായത്തിലും ഇതൊക്കെ വാങ്ങി കുട്ടികളെ മനസ്സാണ്, എനിക്കറിയില്ല എന്താണ്. സോ എന്താണെന്നറിയില്ല, എല്ലാവർക്കും ഇങ്ങനെയാണോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എനിക്ക് ഇത്ര ഏജ് ആയിട്ടും ഈ ക്യൂട്ടായിട്ടുള്ള സ്റ്റഫ് കാണുമ്പോൾ ഇഷ്ടമാണ് കാണാൻ. അതുപോലെ ഇങ്ങനെ ഗ്ലിറ്ററി ഒക്കെ ആയിട്ടുള്ള കണ്ട ഞാൻ ഉടനെ വീഴും. അപ്പോൾ ഇതേപോലെയാണ് എല്ലാവരും എന്ന് എനിക്കറിയില്ല. പ്രായത്തിനനുസരിച്ചൊരു പക്വത വരും ഞാൻ വിചാരിക്കുന്നുണ്ട്, പക്ഷെ വരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏജ് 30 തൊട്ടു. ഇനിയിപ്പോൾ ഇതുവരെ ഞാൻ കുഴപ്പമില്ലാതെ പേരൊക്കെ പറയുമായിരുന്നു, എത്ര ഏജ് എന്നൊക്കെ പറയുമായിരുന്നു കുഴപ്പമില്ലാതെ. ബട്ട് ഇപ്പം ഇനി അങ്ങോട്ടേക്ക് 30-ന് ശേഷം ആയതുകൊണ്ട് പറയണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് 30. ആക്ച്വലി സത്യം അതാണ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ? പണ്ട് ഈ 30 വയസ്സായ ആൾക്കാരൊക്കെ കാണുമ്പോൾ നമ്മൾ വയസ്സായി എന്നാണ് വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ ഒരു ബൊഫേ പോലെയുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത്. പിന്നെ എനിക്കെന്തായാലും അധികം ക്വാണ്ടിറ്റി ഒന്നും പോവാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അത് നാളത്തേക്ക് മാറ്റും, അറിയൂല. അപ്പോൾ അജിപ്പോൾ ഓരോ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവരെ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ് കാറിൽ. അപ്പോൾ നിങ്ങളോട് വിശേഷമൊക്കെ പറയാമെന്ന് വിചാരിച്ച്. അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ വിഷ് എന്തായിരുന്നെന്ന് വെച്ചാൽ
അജിൻ്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ്. കാരണം ഞങ്ങൾ 3 years ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒട്ടുമിക്ക എല്ലാ ബർത്ത്ഡേക്കും അജി ഇവിടെ ആയിരിക്കും, ഞങ്ങൾ റിലേഷൻ ആയതിനു ശേഷം കേട്ടോ. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേ വിഷ് എന്തായിരുന്നു എന്ന് വെച്ചാൽ US വരണം എന്നായിരുന്നു. ലക്കിലി ഈ ജൂൺ ആയപ്പോഴത്തേക്ക് എനിക്ക് വരാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് അവൻ്റെ കൂടെ അതായത് നമ്മൾ നേരിട്ടുള്ളൊരു ബർത്ത്ഡേ ആണ്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കാർട്ടുണ്ട്, ചിക്കൻ ഷവർമ. അപ്പോൾ ഫുഡ് കാർട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഓക്കെ, നാളെ ബഫേ ഫുൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് തന്നെ ഇവിടെ. ഇന്ത്യൻ പോപ്പുലേഷൻ വരുന്നതുകൊണ്ടാണ് അവർ എത്രയും റെസ്റ്റോറൻറ്റ്സ്. ഇവിടെ അല്ലേ നമ്മൾ പോയ നയാഗ്ര ആ കടയിലല്ലേ നമ്മൾ പോയ തന്തൂരി ഹട്ട്? അവിടെ അധികം കുഴപ്പമില്ലായിരുന്നു. അവിടുത്തെ സമൂസ എനിക്ക് ഇഷ്ടപ്പെട്ട്, വേറെ ഒന്നും വലിയതില്ല. നേരെ അങ്ങനെ പോയാൽ കാനഡയാണ്. പക്ഷെ എനിക്ക് വിസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. അജിക്ക് വിസ ഉണ്ട്, അജി വേണമെങ്കിൽ പോയിക്കോ. നാളെ സീക്ക് കഴിക്കാം, സീക്കിൽ പോയി ബഫേ കഴിക്കാം. ഇപ്പം ഇവിടെ ലൈവ് ദോശയൊക്കെ ഉണ്ട്, ലൈവ് ദോശ. ഇതുണ്ടോ, അവിടൊക്കെ ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ആണ്. ഈ സൈഡും ഫുള്ള് ഇന്ത്യൻ ഫുഡ്. നല്ല നൈറ്റ് എല്ലാ സ്ഥലത്തിനും ഒരു പ്രത്യേക ഭംഗിയല്ലേ. നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്യണം. അതിനൊരു ഐസ്ക്രീമിന്റെ ഷേപ്പ് അല്ലേ. ഇവിടെ എന്താ വേണം നോക്ക്. ഇവിടെ എന്താ ഉള്ളത് നോക്കട്ടെ. പാനിപൂരി. ആ പാനിപൂരി വേണ്ട, മറ്റേ സേവ് പൂരി ഇല്ലല്ലേ. സേവ് പൂരി എന്താ ഇവിടെ എവിടെയും കിട്ടാത്ത? ഇതിവിടെ ഈ പുറത്തിരുന്ന് കഴിക്കും. നമ്മൾ നാട്ടിലെത്തിയ പോലെ ഉണ്ടല്ലേ, ഇവിടെ കാണും. പക്ക നമ്മളെ നാട്ടിലെ പോലെ. പഞ്ചാബി ഹട്ട്, ചിക്കൻ റോള്, ചിക്കൻ മോമോ, മിൽക്ക്, ഒരു ലാം ഗൈഡോ ഓവർ റൈസ് മേടിക്കാൻ പോകണം. ചായ, ടീ, നല്ല നൈസ് ടീ കിട്ടും. അപ്പോൾ ടീ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബിരിയാണിയാ. ഇത് ബിരിയാണി അല്ല, ബിരിയാണി അല്ല, എന്തായാലും ചിക്കൻ കയറോ എന്താണാവോ. ഇവിടുത്തെ സ്പെഷ്യൽ ആണെന്നാണ് പറഞ്ഞത്. കഴിച്ചു നോക്കാം. ചിക്കൻ കയറോ ഉണ്ടായിരുന്നു, ലാമ്പ് കയറോ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചിക്കനാണ് ഫേമസ് എന്ന് പറഞ്ഞു ലാപ്പിളിന്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നയാഗ്ര ഫാൾസിലേക്ക് എത്തി. ഇവിടെ നൈറ്റ് വ്യൂ നമ്മൾ ഡേയിൽ കണ്ടതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം ആ ഒരു നയാഗ്രയിൽ അവർ ലൈറ്റ് സെറ്റപ്പൊക്കെ വെച്ചിട്ടാണ് ആ ഒരു വാട്ടറിൻ്റെ ഇതൊക്കെ കാണിക്കുക. അത് നല്ല ഭംഗിയായിരുന്നു. അതും നല്ല ഡിഫറെൻറ്റ് കളേഴ്സ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കാനഡയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ ലൈറ്റും എല്ലാം കൂടി ഒരു നല്ല വിഷ്വൽ ബ്യൂട്ടി തന്നെ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഒരു സ്പോട്ടിലാണ് ഫസ്റ്റ് വന്നത്. ഇവിടെ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്പോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ കണ്ടുവെച്ച എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അങ്ങോട്ടേക്ക് പോവാണ്. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ നല്ല മഴ വരുന്നുണ്ട്. ഞങ്ങൾ എവിടെ പോയത് മഴ വരും, മഴത്ത് നടക്കുകയും ചെയ്യില്ല. നമ്മൾ ഷിക്കാഗോ പോയപ്പോഴും രാവിലെയും ഒക്കെ മഴയായിരുന്നു. സെക്കൻഡ് ഡേ, ഫസ്റ്റ് ഡേ നല്ല വെയിലും. ഇപ്പം ഇവിടെ കേക്ക് കട്ട് ചെയ്യാന്ന് വെച്ചാൽ നയാഗ്രൻ്റെ അടുത്തെത്തിയപ്പം മഴ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് വേറെ സ്ഥലത്ത് പോവാണ്. ഭാഗ്യത്തിന് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആ മഴച്ചാറ്റിലൊക്കെ നിന്നു. ഈ ഒരു സ്പോട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഒരു മേലെ നിന്നുള്ള വ്യൂ ആയതുകൊണ്ട് തന്നെ ആ ഒരു വാട്ടറും കൂടെ അതിൽ ഇൻക്ലൂഡാണ്. സോ ഇതെൻ്റെ ഒരു ഡ്രീം ആയിരുന്നു കേട്ടോ, ഇങ്ങനെ കട്ട് ചെയ്യാൻ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. ഇങ്ങനെ നയാഗ്ര ഫാൾസിന്റെ ഫ്രണ്ടിൽ നിന്ന് കേക്ക് കട്ട് ചെയ്തു. പല
രീതിയിലും ബർത്ത്ഡേയ്സ് ഞാൻ ആഘോഷിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് അജിയായിട്ട് വന്ന് ഇതുപോലെ കട്ട് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം ഈ ഇയർ സഫലമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ സമയമായി, ഒരു 12-12:30 സമയം വരെ ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത്. എനിക്ക് എന്തോ പകലിനേക്കാളും നൈറ്റ് ആ ഒരു വ്യൂ കാണാനും അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി Day 2 വ്ളോഗായിട്ട് കാണാം. ബൈ.